السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥം, ഇമാം നവവി റഹിമഹുള്ള ക്രോഡീകരിച്ചിട്ടുള്ള റിയാദുസ് സ്വാലിഹീൻ എന്നുള്ള ഹദീസ് ഗ്രന്ഥമാണ് നാം വായിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ബാബു തൗബ, ബാബു തൗബയിലെ ഹദീസുകളിൽ ഈ കിതാബിലെ 19ാമത്തെ ഹദീസ്, ബാബു തൗബയിലെ മാത്രമല്ല മൊത്തത്തിൽ ഈ കിതാബിന്റെ 19ാമത്തെ ഹദീസാണ് അടുത്തത് വായിക്കാനുള്ളത്. വഅൻ സിർ ഇബ്നു ഹുബൈഷ് ഖാല, സിർ ഇബ്നു ഹുബൈഷ് റഹിമഹുല്ലാഹ് താബിഈയായിട്ടുള്ള പണ്ഡിതനാണ്, താബിഈങ്ങളിൽ കിബാറുകളിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സീറയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷെ മുസ്ലിമായ നിലക്ക് കണ്ടിട്ടില്ല. ഒരാൾ സ്വഹാബി ആവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായി മുഅ്മിനായി കാണുകയും അതുപോലെ തന്നെ മുസ്ലിമായി കൊണ്ട് മരണപ്പെടുകയും ചെയ്യണം, എന്നാലാണ് ഒരാൾ സ്വഹാബി ആവുക. പക്ഷേ സിർ ഇബ്നു ഹുബൈഷ് റഹിമഹുല്ലാഹ് കണ്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പക്ഷെ എന്തല്ല മുസ്ലിമായ നിലക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് താബിഈ അങ്ങനെയുള്ള ആളുകളെ ഉലമാക്കൾ താബിഈയുൻ മുഖ്ബറമുൻ എന്ന് പേര് പറയാറുണ്ട്. താബിഈയുൻ മുഖ്ബറമുൻ എന്ന് പേര് പറയാറുണ്ട്. കാരണം ഹദീസുകൾ റിവായത്തുകളിലെല്ലാം ചിലപ്പോൾ അവരുടെ ചില റിവായത്തുകളെ പ്രത്യേകം പരിഗണിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആ ഒരു പേരിൽ അവരെ പറയാറുണ്ട്. ഖാല സിർ ഇബ്നു ഹുബൈഷ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അതൈതു സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു, ഞാൻ സഹാബിയായ സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. അസ്അലുഹു അനിൽ മസ്ഹി അലൽ ഖുഫൈൻ, ഞാൻ ആ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുഫയുടെ മേലെ അഥവാ കാലിൽ ധരിക്കുന്ന ഞെരിയാണിക്ക് മുകളിലായിക്കൊണ്ട് മറക്കുന്ന രീതിയിലുള്ള വളരെ അഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വസ്ത്രം, ഇപ്പൊ ഇന്ന് കാലത്ത് അങ്ങനെ ഒരു വസ്ത്രം ഉണ്ടോ അറിയില്ല, പിന്നെ സോക്സ് അല്ല ഉദ്ദേശം. പല ആളുകളും ഖുഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോക്സ് ആണ് എന്നുള്ള ധരിച്ചു വെക്കാറുണ്ട്. സോക്സിന്റെ മേലെ തടവുന്നതും ഖുഫയുടെ മേലെ തടവുന്നതും രണ്ട് വിഷയത്തിലാണ്. തെളിവുകൾ ഒരേ രീതിയിൽ എടുക്കുമെങ്കിലും സോക്സിന്റെ മേലെ തടവുന്നതിന് വേറെ രീതിയിലാണ് തെളിവുകൾ മനസ്സിലാക്കേണ്ടത്. ഖുഫ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത്, ആ കാലഘട്ടത്തിൽ നെരിയാണിക്ക് മുകളിലോട്ട് വളരെ കെട്ടി അഴിക്കാൻ ബുദ്ധിമുട്ടുള്ള നിലക്ക് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് കെട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ്. അതിനാണ് ഖുഫ എന്ന് പറയുന്നത്. അതിന്റെ ഹുക്കുമിനെ പരിഗണിച്ചുകൊണ്ടാണ് പിന്നെ ജൗറബിന്റെ മേലെ സോക്സിന്റെ മേലെ അത് തടവുന്നതിന് എന്താവുന്നത്, തെളിവെടുക്കുന്നത് വേറൊരു മേഖലയാണ്. പക്ഷെ ഖുഫ എന്ന് പറഞ്ഞാൽ സോക്സ് എന്ന് പലരും ധരിച്ചു വെക്കാറുണ്ട്. അതല്ല ഖുഫ എന്ന് പറഞ്ഞാൽ. ഖുഫ എന്ന് പറഞ്ഞാൽ വളരെ അഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒരു വസ്ത്രം എന്നല്ല കാലിൽ ധരിക്കുന്നതാണ്. അപ്പൊ അതിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ വുളുവിന്റെ ആയത്ത് ഓതിയിരുന്നു. ആ വുളുവിന്റെ ആയത്തിൽ ഓരോ അവയവങ്ങൾ കഴുകുന്നതും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഖുഫയുടെ മേലെ തടവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ മസല, അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനാണ് ഞാൻ സഫ്വാൻ ഇബ്നു അസ്സാലിന്റെ അടുക്കിലേക്ക് വന്നത് റളിയല്ലാഹു അൻഹു. ഫഖാല, അപ്പോ സിർ ഇബ്നു ഹുബൈഷിനെ കണ്ട സമയത്ത് സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ജാ ബിക യാ സിർ, എന്താണ് സിർറെ നീ വന്നത്, എന്താ നീ വരാൻ എന്താ കാരണം, എന്തിനാ വന്ന്? ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇബ്തിഗാഅൽ ഇൽം, ഞാൻ ഇൽമിനെ ആഗ്രഹിച്ചുകൊണ്ട്, ഇൽമ് തേടിക്കൊണ്ട്, ഇൽമിലേക്ക് ആവശ്യക്കാരനായിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇൽമിന്റെ ഫضലുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൽപ്പെട്ട തന്നെ ഇൽമ് തേടിക്കൊണ്ടാണ്, ഇൽമ് എനിക്ക് വേണം, ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാനാണ് ഞാൻ വന്നത് എന്ന് നിലക്ക് പറഞ്ഞു. ഫഖാല, അപ്പൊ ഇത് കേട്ടപ്പോ സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മലായികത തദഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിളൻ ബിമാ യത്ലുബു, തീർച്ചയായും മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും ഒരു ഇൽമ് നേടുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി, അവർ തേടുന്നതിനോടുള്ള തൃപ്തി കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ഹദീസിൽ, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ
ഇൽമു നേടുന്നതിന്റെ ഫദ്ല് പറയുന്ന കാര്യങ്ങൾ ധാരാളം പറയുന്നിടത്ത് അതിൽ ആദ്യം പറയുന്ന ഒരു കാര്യമാണ് മലക്കുകൾ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. അതുപോലെ തന്നെ ആകാശഭൂമികളിലുള്ള എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. കടലിനടിയിലുള്ള മത്സ്യം പോലും ഇസ്തിഗ്ഫാർ തേടും. ആ നിലക്കുള്ള ധാരാളം ഫദ്ലുണ്ട്. അതിൽപ്പെട്ടതാണ് മലക്കുകൾ അവർക്ക് വേണ്ടി ചിറക് താഴ്ത്തി കൊടുക്കുന്നത്. കാരണം അവർ തേടുന്ന ഇൽമിനോടുള്ള അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനോടുള്ള തൃപ്തി കാരണത്താൽ. ഫഖുൽതു, അപ്പോ ജിർ ഇബ്നു ഹുബൈഷ് റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ പറഞ്ഞു. ആരോട്? സഫാൻ ഇബ്നു അസ്സാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു ഖദ് ഹഖ്ഖ ഫീ സ്വദ്രി അൽ മസ്ഹു അലൽ ഖുഫൈൻ ബഅദൽ ഗായിത്ത് വൽ ബൗൽ. ഇന്നഹു ഖദ് ഹഖ്ഖ ഫീ സ്വദ്രി, എന്റെ മനസ്സിൽ എന്റെ ഉള്ളിൽ ഒരു ചൊറിച്ചിൽ ഉണ്ടാക്കുന്നുണ്ട്, അഥവാ ഒരു സംശയം, ഒരു വ്യക്തത വരുന്നില്ല എന്നെനിക്ക് പറഞ്ഞു. അൽ മസ്ഹു അലൽ ഖുഫൈൻ, ഈ ഖുഫയുടെ മേലെ രണ്ട് ഖുഫകളുടെ മേലെ തടവുന്ന വിഷയം, അതിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിലൊരു തൃപ്തിയാകുന്നില്ല ആ നിലക്ക് പറഞ്ഞു. ബഅദൽ ഗായിത്ത് വൽ ബൗൽ, കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്തതിന് ശേഷം, അഥവാ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്താൽ വുളു മുറിയും. അപ്പൊ അതിനുശേഷം ഈ ഹുഫയുടെ മേലെ തടവിയാൽ മതി എന്നുള്ള മസ്അല ഉണ്ടല്ലോ, അപ്പൊ അതെനിക്കൊരു ക്ലിയർ ആവുന്നില്ല, വ്യക്തമാകുന്നില്ല, അതിൽ ചില സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ്, തേടാനാണ് വന്നത് എന്ന് പറഞ്ഞു. വകുൻത ഇംറഅൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിർ ഇബ്നു ഹുബൈഷ് പറഞ്ഞു, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽപ്പെട്ട ആളാണ്, സഫാ ഇബ്നു അസ്സാൽ. ഫജിഅതു അസ്അലുക്, അങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അതിനെക്കുറിച്ചിട്ട്. ഹൽ സമിഅതഹു യദ്കുറു ഫീ ദാലിക ഷൈഅൻ, എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുഫയുടെ മേലെ തടവുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ജീവിച്ച സഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് എന്ത് കേട്ടിട്ടുള്ളത്? ഹദീസുകൾ കേട്ടിട്ടുള്ളത്. അവ താബിഈങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹാബികൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവർക്കൊരു കാര്യത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ നേരെ മടങ്ങാൻ ആരുണ്ട്? അവിടെ സഹാബികളുണ്ട്, അവരോട് പോയി ചോദിച്ചാൽ മതി. അത് തന്നെയാണ് എല്ലാ കാലത്തും ദീനിന്റെ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട്. നമ്മളാണെങ്കിലും നമ്മൾ ദീനിന്റെ ഒരു കാര്യം മനസ്സിലാക്കുന്നിടത്ത് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തതയില്ലായ്മയോ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാ മടങ്ങേണ്ടത്? എങ്ങനെയാണ് അതിനെ സഹാബികൾ മനസ്സിലാക്കിയത് എന്നതിലേക്കാണ് മടങ്ങേണ്ടത്. അപ്പൊ അത് ദീന് പഠിക്കുന്നതിന്റെ രീതിയാണ്. അപ്പൊ താബിഈങ്ങൾക്ക് നേരിട്ടുണ്ട്, അവർ പോയി ചോദിച്ചു. അപ്പൊ നിങ്ങൾ സഹാബി ആയതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വന്നാണ്, എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഖാല, അപ്പൊ സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. കാന യഅ്മുറുനാ ഇദാ കുന്നാ സഫറൻ ഔ മുസാഫിരീൻ, ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാറുണ്ടായിരുന്നു, യാത്രയിലോ അഥവാ ഞങ്ങൾ യാത്രക്കാരാണ് എങ്കിൽ, അല്ലാ നൻസിയ ഖിഫാഫനാ തലാസത അയ്യാമിൻ വലയാലിഹിന്ന ഇല്ലാ മിൻ ജനാബത്തിൻ, അവിടുന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ ഖുഫകൾ അത് അഴിക്കേണ്ടതില്ല. ഖുഫ അഴിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഖുഫ അഴിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അഴിച്ചിടുക, ഓരോ സമയത്ത് അഴിക്കുക, കെട്ടുക, ഇടുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അഴിക്കേണ്ടതില്ല. സലാസത്ത് അയ്യാം, 3 ദിവസം അഴിക്കേണ്ടതില്ല, പകലും വലയാലിഹിൻ, അതിന്റെ രാത്രികളിലും. ഇല്ലാ മിൻ ജനാബത്തിൻ, ജനാബത്ത് കാരണമായാലല്ലാതെ. ജനാബത്ത് പറഞ്ഞാൽ അശുദ്ധിമാര്, വലിയ അശുദ്ധിക്കാരനല്ലാത്ത അവസ്ഥയിൽ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ അതല്ലാതെ വുദൂ കുറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ട? ലാകിൻ മിൻ ഗായിത്തിൻ വ ബൗലിൻ വ നൗമിൻ, കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയോ കീഴ്വായി പോയി എന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയോ അങ്ങനെയൊക്കെ ആണ് എങ്കിലൊക്കെ, അല്ലെങ്കിൽ കീഴ്വായി പോവുകയോ അങ്ങനെയൊക്കെ ആണ് എങ്കിൽ, ചെറിയ അശുദ്ധിയാണ് എങ്കിൽ എന്ത് കുഴപ്പമില്ല, ഇത് ഊരണ്ട, തടവിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. കുറച്ച് വലിയ ഹദീസാണ്. അപ്പോൾ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇൽമ് നേടുന്നതിന്റെ ഫദ്ലാണ്. ഇപ്പോൾ നമ്മൾ കിതാബുൽ ഇൽമ് സംബന്ധിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി, ഇൽമിന്റെ ഫദ്ല് കേൾക്കുകയുണ്ടായി. അത് പറഞ്ഞാൽ തീരാത്ത അത്ര നീണ്ടു കിടക്കുന്ന ഒരു ബഹറാണ് ഇൽമിന്റെ ഫദ്ല് എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരിസ് സആദ എന്നുള്ള കിതാബിൽ അദ്ദേഹം 100ന് മുകളിൽ ഫദ്ലുകൾ, ഇൽമിന്റെ ഫദ്ലുകൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. ഓരോന്നായിക്കൊണ്ട് ഇൽമിന്റെ ഫദ്ലുകൾ എണ്ണി പറയുന്നുണ്ട്. അതിൽ സമ്പത്തിനേക്കാൾ ഇൽമിലുള്ള ഫദ്ല് 40ഓളം ഫദ്ലുകൾ പ്രത്യേകം അതിനകത്ത് എണ്ണി പറയുന്നുണ്ട്. ഓരോ പ്രത്യേകതകളായിക്കൊണ്ട് എണ്ണി പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ധാരാളം ഫദ്ലുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്, ഖുർആനിൽ വന്നിട്ടുണ്ട്, സലഫുകൾ അസറുകളിൽ വന്നിട്ടുണ്ട്. ഇൽമിന്റെ ഫദ്ൽ അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിൽ ഒരു ഭാഗം മാത്രം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ വന്നിട്ടുള്ളത്, ഒരു കാര്യം ദീനിന്റെ ഏതെങ്കിലും ഒരു വിഷയം
നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, നമുക്കൊരു വ്യക്തത വരുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അറിയുന്ന ആളുകളിലേക്ക്, അതിനെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അറിയുന്നത് ആരാണോ അവരിലേക്ക് മടങ്ങണം. അത് താബിഈങ്ങളുടെ ഒരു രീതിയായിരുന്നു. അതാണ് ഇൽമ് നേടുന്ന രീതി. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നു, താബിഈങ്ങൾ സഹാബികളോട് ചോദിച്ചിരുന്നു, അവർ ശിഷ്യന്മാരായി വന്നിട്ടുള്ള ഇമാമിയങ്ങളെല്ലാം അവർ മുകളിലേക്ക് ആയിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നും നമുക്ക് ദീനിലൊരു കാര്യത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ ഖുർആനിലേക്കും ഹദീസിലേക്കും സഹാബികൾ അത് മനസ്സിലാക്കിയ രീതിയിലേക്കും അവരിൽ നിന്ന് ഇൽമു പഠിച്ചു വന്ന രീതിയിൽ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്ന ആ ഉലമാക്കളിലേക്കുമാണ് ഏതൊരു കാര്യത്തിലും നമ്മൾ മടങ്ങേണ്ടത്. ചില ആളുകൾ ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം അറിയില്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല, അവനൊരു വ്യക്തതയില്ല എങ്കിൽ അവർ ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ നടക്കുന്നത് കാണാം. അങ്ങനെയല്ല, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ അതിനർഹരായ ആളുകളോട്, ഇൽമുള്ള ആളുകളോട് ചോദിച്ച് പഠിക്കണം. അത് ആ സംശയം ഇങ്ങനെ വെച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകളുടെ വിഷയത്തിൽ ഇത് വുദൂവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മസലയാണ്. അവന്റെ നിസ്കാരം ശരിയാവണമെങ്കിൽ, അല്ലെങ്കിൽ നിസ്കരിക്കണമെങ്കിൽ ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മളൊരു മടി കാണിക്കരുത്. നമ്മൾ അന്വേഷിക്കണം, പഠിക്കണം, അതിനർഹപ്പെട്ട ആളുകളോട് ചോദിക്കണം. അത് നമ്മുടെ സലഫുകളുടെ രീതിയാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഹുഫയുടെ മേലെ തടവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഹുഫയുടെ മേലെ തടവുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ ഈ ഒരു മസ്അല നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അഹ്ലുസുന്നയുടെ ഷിആറായിക്കൊണ്ട് ഉലമാക്കൾ പറയാറുള്ള കാര്യമാണ് ഹുഫയുടെ മേലെ തടവുക എന്നുള്ളത്. അഹ്ലുസുന്നയുടെ അടയാളമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയാറുള്ള കാര്യമാണ്. അത് പറയാറ് കാരണമുണ്ട്. ഇപ്പൊ ചില അഖീദ കിതാബുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പണ്ഡിതന്മാരുടെ സലഫുകളെ ആവട്ടെ പിൻഗാമികളാവട്ടെ അഖീദ കിതാബുകളിൽ അവർ ഹുഫയുടെ മേലെ തടവുന്ന ഹദീസ് കൊടുക്കാറുണ്ട്, അതിനെപ്പറ്റി പരാമർശിക്കാറുണ്ട്, അതിനെ ചർച്ച ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീഈ വിഭാഗം, അല്ലെങ്കിൽ അതിൽ റാഫിദകൾ, അതിൽ ഏറ്റവും തീവ്രത കൂടിയ ആളുകൾ, അവർ ഈ ഒരു ഹദീസിനെ അല്ലെങ്കിൽ ഈ ഒരു മസ്അലയെ അവർ സ്ഥിരപ്പെടുത്താറില്ല. അവർ ഹുഫയുടെ മേലെ തടവുക എന്നുള്ള മസ്അലയെ അവർ പരിഗണിക്കാറില്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നാണ് അവരുടെ വാദം. അവരെ വിശ്വാസപരമായിട്ട് അവർ എടുത്തിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ അത് തവാസുറായിട്ട് മുതവാത്തറായി വന്ന ഹദീസാണെങ്കിൽ കൂടി അവർ ഖുർആനെ മനസ്സിലാക്കുന്നതിൽ പഴച്ചതുകൊണ്ടും ഹദീസുകൾ പലതിനെയും നിഷേധിക്കുന്നത് കൊണ്ടും ഈ ഒരു മസ്അലയെ അവർ ഈ നിലക്ക് അവർ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അത് അവരുടെ ഒരു ആദർശമായി എടുത്തിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ പല പണ്ഡിതന്മാരും അവരുടെ അഖീദയുടെ കിതാബുകളിൽ ഈ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത്. ഏറ്റവും വൈരുദ്ധ്യമുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഷിഈകൾ അവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ അലി റളിയല്ലാഹുവിന്റെ ആളുകളാണ് എന്നുള്ള നിലക്കാണ്, അല്ലെങ്കിൽ ആ പേരിലാണ് അവർ ആ തീവ്രത കാണിക്കുന്നത്. ഇതിൽ ഈ വിഷയത്തിലുള്ള ഹദീസിൽ ഉദ്ധരിച്ച ആളാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. ഹുഫയുടെ മേലെ തടവുന്ന വിഷയത്തിലുള്ള ഹദീസ് ഉദ്ധരിച്ച ആളാണ് അലി റളിയല്ലാഹു അൻഹു. അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അദ്ദേഹത്തിന്റെ കിതാബു തഹാറയിൽ ഈ ഒരു ഹദീസ് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി. ഹുഫയുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ റാഫിദുകൾ ഈ ഒരു ഹദീസിനെ നിഷേധിക്കാനുള്ള കാരണം പ്രമാണത്തിനേക്കാൾ അവർ ബുദ്ധിക്ക് സ്ഥാനം കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ്. ഹദീസ് നിഷേധികളുടെ ആദ്യത്തെ അടയാളം ഹദീസിന്റെ കാര്യത്തിനേക്കാൾ അവർ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ഹുഫയുടെ മേലെ തടവിയാൽ അവിടെ വൃത്തിയാവുക? കാലിന്റെ അടിയിലല്ലേ, അല്ലെങ്കിൽ ഹുഫയുടെ താഴത്തല്ലേ അഴുക്കും നജസും ഇതൊക്കെ ഉണ്ടാവുക? അപ്പൊ അത് വൃത്തിയാവണമെങ്കിൽ അതിന്റെ താഴെയല്ലേ കഴുകേണ്ടത് എന്നുള്ള വാദവും അവരിൽ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞേ കാണാം. പക്ഷെ അലി റളിയല്ലാഹു അൻഹു നല്ലൊരു മറുപടി, അറിയപ്പെട്ടൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദീന് ബുദ്ധിയായിരുന്നെങ്കിൽ ഹുഫയുടെ താഴെയായിരുന്നു തടവേണ്ടത്. കാരണം ഹുഫയുടെ മേലെ തടവിയാൽ മതി. ഒരാൾ വുളു എടുത്ത് ശുദ്ധിയായിക്കൊണ്ട് ഒരാൾ ഹുഫ ധരിച്ചു. അപ്പൊ നമുക്ക് കൂടുതൽ പരിചയം സോക്സ് എന്നുള്ള രീതിയിലായിരിക്കും. സോക്സ് ധരിച്ചു, അയാൾക്ക് യാത്രക്കാരനാണെങ്കിൽ 3 രാവും പകലും, അല്ലെങ്കിൽ മുഖൈമാണെങ്കിൽ യാത്രക്കാരനല്ല എങ്കിൽ 1 രാവും പകലും അയാൾക്ക് അതിന്റെ മേലെ തടവിയാൽ മതി, വെറുതെ കൈകൊണ്ട് മേലെ തടവിയാൽ മതി. അപ്പോൾ ഈ ഒരു മസ്അലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഹദീസ് എന്നുള്ളത്, ഈ ഒരു മസ്അല എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് അഖീദയുടെ കിതാബിൽ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇമാം അഹ്മദ് പറഞ്ഞു കാണാം, ഷൈഉൻ ഫീഹി 40 ഹദീസൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി. ഈ വിഷയത്തിൽ 40ഓളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബികളിൽ നിന്നും വന്നിട്ടുണ്ട്. അതുപോലെ ഇമാം അഹ്മദ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലൈസ ഫീ ഖൽബി മിനൽ മസ്ഹി ശക്കുൻ
മസ്ഹിന്റെ വിഷയത്തിൽ അഥവാ ഖുഫയുടെ മേലെ തടവുന്നതിന്റെ വിഷയത്തിൽ എനിക്കൊരു ശക്കുമില്ല എന്ന് ഇമാം അഹ്മദ് പറഞ്ഞത് കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണത്. ഇനി അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ, 3 നിബന്ധനകളാണ് അതിലുള്ളത് ഖുഫയുടെ മേലെ തടവുന്നതിന്. ഒന്നെന്താണ്? ത്വഹാറത്തിലായിരിക്കണം അത് ധരിച്ചിരിക്കേണ്ടത്. ത്വഹാറത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് വുദു എടുത്തതിന് ശേഷമായിരിക്കണം അത് ധരിച്ചിരിക്കേണ്ടത്. ആ വുദുവിലായിക്കൊണ്ട് അല്ലെങ്കിൽ ശുദ്ധിയിലായിക്കൊണ്ട് ധരിച്ചാൽ മാത്രമേ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ മേലെ തടവാൻ പറ്റുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആ വിഷയത്തിലുള്ള ഷർത്ത് എന്നുള്ളത്. രണ്ടാമത്തേത്, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തടവാൻ പറ്റുള്ളൂ. ഈ ഹദീസിൽ വന്നു, ജനാബത്തുകാരനാണെങ്കിൽ, വലിയ ശുദ്ധികാരനാണെങ്കിൽ ആ തടവൽ സാധിക്കില്ല. ഇനി വല്ല പ്ലാസ്റ്ററോ അങ്ങനെ വല്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് വേറെ കാര്യം. അതല്ലാതെ ഈ ഖുഫയുടെ മേലെ തടവൽ നടക്കില്ല. പിന്നെ മൂന്നാമത്തെ നിബന്ധനത്തിൽ പ്രധാനമായും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമയമേ പറ്റുകയുള്ളൂ. യാത്രക്കാരനല്ലെങ്കിൽ ഒരു രാവും പകലും, യാത്രക്കാരനാണെങ്കിൽ 3 രാവും പകലും. അതാണ് ആ ഒരു മസലയുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോ ഈ വിഷയമാണ് ഈ താബിഈ വന്ന് ചോദിക്കുന്നത്. നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം ഇതൊന്നല്ല കേട്ടോ, ഈ ഹദീസിന്റെ ഭാഗത്ത് വന്നു മാത്രം. ബാബു തൗബയുമായി ബന്ധപ്പെട്ടത് ഇതല്ല, ഇനി വരുന്നുണ്ട്. ഫഖുൽതു, അബൂ സിർ ഇബ്നു ഹുബൈഷ് വീണ്ടും ചോദിച്ചു, ഹൽ സമീഅതഹു യദ്കുറു ഫിൽ ഹവാ ഷൈഅൻ. വീണ്ടും ഈ സഹാബിയോട് ചോദിച്ചു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹവയെ സംബന്ധിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെ ഹവ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം, ഹവ എന്നതിന്റെ അർത്ഥം അൽ മൈലു അൽ ഹുബ്, ഇഷ്ടം എന്നുള്ളതാണ്. അഥവാ ഒന്നിനോട് ചായുന്നത്, ഒന്നിനോട് ഇഷ്ടമുണ്ടാകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ആ ഹുബിനെ കുറിച്ച്, ആ വിഷയത്തിൽ ഒരാളോട് താല്പര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാളോട് പ്രത്യേക സ്നേഹം ഉണ്ടാവുക, ഒരു കൂട്ടരോട് അടുപ്പം ഉണ്ടാവുക, ഇഷ്ടമുണ്ടാവുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടിട്ടുണ്ടോ ചോദിച്ചു. ഖാല, അപ്പോൾ സഹാബി പറഞ്ഞു, നഅം, അതെ, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ. ഞങ്ങൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യാത്രയിലായിരുന്നു. ഫബൈനാ നഹ്നു ഇൻദഹു ഇദ് നാദാഹു അറാബിയ്യുൻ ബിസൗത്തിൻ ലഹു ജഹ്വരിയ്യുൻ. ആ സമയത്ത് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു അറാബി ഉറക്കെ, വളരെ പരിപരിച്ച, വളരെ ഉറക്കെയുള്ള ഒരു ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ്, ഏ മുഹമ്മദ് എന്ന് വിളിച്ചു പറഞ്ഞു. അറാബികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അവർ ആരെയും പേരാണ് വിളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് പേര് വിളിക്കും. അതുപോലെ തന്നെ അവർ വലിയ അദബോ അങ്ങനെയുള്ള ആളുകളാവില്ല, ഉറക്കെ സംസാരിക്കും. ആ രീതി അവരുടെ സ്വഭാവമാണ്. ഫഅജാബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്വൻ മിൻ സൗതിഹി ഹാഉം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അയാൾ ഏതൊരു ശബ്ദത്തിലാണോ പറഞ്ഞത് അതേ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹാഉം, ഇതവിടെ ഉണ്ട്, അല്ലെങ്കിൽ ശരി എന്ന നിലക്ക് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഫഖുൽതു ലഹു, അപ്പോ സഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഉറക്കെ വിളിച്ച അറാബിയോട് ഞാൻ പറഞ്ഞു, എന്റെ അടുത്താണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയാണ്, ഉഖ്ബുദ് മിൻ സൗതിക ഫഇന്നക ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് നുഹീത അൻ ഹാദാ. നിന്റെ ശബ്ദം നീ കുറക്ക്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇങ്ങനെ ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സംസാരിക്കാൻ പാടില്ല, അത് വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. കാരണം സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിൽ കാണാം, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദത്തിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിരോധിച്ച കാര്യമാണ്, നീ ഇങ്ങനെ ശബ്ദത്തിൽ പറയരുത് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോ അറാബികൾ, അവർക്ക് പ്രത്യേകിച്ച് അറിവോ പ്രത്യേകിച്ച് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അറാബി എടുത്തു പറഞ്ഞു, വല്ലാഹി ലാ അഖ്ബുദ്, അല്ലാഹുവിനെ ഞാൻ നല്ല പറയുന്നില്ല, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം അവരുടെ രീതി അങ്ങനെയാണ്. ഖാല അറാബിയു, എന്നിട്ട് അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അൽ മർഉ യുഹിബ്ബുൽ ഖൗമ വലമ്മാ യൽഹഖ് ബിഹിം. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു കൂട്ടരെ ഇഷ്ടമാണ്, ഒരു കൂട്ടരെ, അഥവാ ആ കൂട്ടർക്ക് നല്ല സ്വഭാവമോ നല്ല ഇബാദത്തുകളോ നല്ല കർമ്മങ്ങളോ അങ്ങനെ നല്ല ഗുണങ്ങളുണ്ട്. ആ കൂട്ടരെ ഇഷ്ടമാണ്, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനോടൊക്കെ നല്ല ഇഷ്ടമാണ്, അവരെ നല്ല ഇഷ്ടമാണ്. പക്ഷേ അവരോടൊപ്പം ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇബാദത്തുകളോ ആ അമലോ ആ അറിവോ അങ്ങനെ ഒന്നും ചെയ്യാനോ അവരെ പോലെ അതുപോലെ അതൊക്കെ ചെയ്യാനോ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഇവൻ അവരൊക്കെ നല്ല ഇഷ്ടമാണ്. എന്താണ് അവന്റെ വിധി ചോദിച്ചു. അവനെ കുറിച്ച് എന്താണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ. ഒരാൾ അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവനോടൊപ്പമായിരിക്കും അന്ത്യനാളിൽ ഉണ്ടാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയം ഈ അറാബിയോട് പറയുകയുണ്ടായി. ഈ ഭാഗത്തെ വിഷയം, ഈ ഭാഗത്ത് പറഞ്ഞുള്ള വിഷയം, ഇത് ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ
ആരിലാണോ ഉള്ളത് അവരെ ഇഷ്ടപ്പെടുന്നതിന്റെ ഫദ്ലിനെ അറിയിക്കുന്ന ഒരു ഹദീസാണ്. കാരണം പല ഗുണങ്ങളുമുള്ള, പല പ്രത്യേകതകളുമുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ നമ്മളെക്കാൾ മുൻകടന്നിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ ആളുകളോടൊപ്പം എത്താം. ചിലപ്പോൾ നമുക്ക് ഇബാദത്ത് കൊണ്ട് സാധിച്ചെന്ന് വരില്ല, അറിവ് കൊണ്ട് സാധിച്ചെന്ന് വരില്ല, ചിലപ്പോൾ ചില ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് സാധിച്ചെന്ന് വരില്ല. പക്ഷെ അങ്ങനെയുള്ള സ്വാലിഹീങ്ങളെ, ഉലമാക്കളെ, ശുഹദാക്കളെ, അങ്ങനെയുള്ള ആളുകളെ എല്ലാം ഇഷ്ടപ്പെടുക, അവരോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് അവരുടെ ഒപ്പം പരലോകത്താവാനുള്ള ഒരു കാരണമാണ് എന്നുള്ളതാണ്. വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പൊ സ്വാലിഹ്യങ്ങളെ ഇഷ്ടപ്പെടുക. ഇതേ ഹദീസിന്റെ വേറെ റിവായത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ഫരിഹ്നാ ഫർഹൻ അശദ്ദ മാ ഫരിഹ്നാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഉ മഅ മൻ അഹബ്ബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഒരു വ്യക്തി അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഒപ്പമായിരിക്കുമെന്ന് പറഞ്ഞ ഈ വാക്ക്, ഇതുപോലെ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കിയ വേറെ വാക്കുണ്ടായിട്ടില്ല. വേറെ റിവായത്തിൽ കാണാം, ഇസ്ലാമിന് ശേഷം ഇങ്ങനെ സന്തോഷം ഉണ്ടായ വേറെ വാക്കുണ്ടായിട്ടില്ല. എന്നിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന ഉഹിബ്ബുല്ലാഹ വ റസൂലഹു വ അബൂബക്കറിൻ വ ഉമർ. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അനസ് ബിൻ മാലിക് പറയാം. എന്നിട്ട് പറയാൻ ഫഅർജു അൻ അകൂന മഅഹും, ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരോടൊപ്പം ആവണം. വ ഇൻ ലം അഅമൽ ബിഅമലിഹിം, ഞാൻ അവരെ പോലെ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവരോടൊപ്പം ആകണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം. ഫൽ മർഉ മഅ മൻ അഹബ്ബ എന്നുള്ള വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്, ആരോടാണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്നുള്ളത് നമ്മൾ ശരിക്കും നമ്മൾ നോക്കണം. ഇതേ സമയം കുഫാറുകളോട്, അള്ളാഹുവിന്റെ ദീനോട് എതിരായി നിൽക്കുന്ന ആളുകളോട്, ശിർക്ക് ചെയ്യുന്ന ആളുകളോട്, മാഅസിയത്തുകൾ മുഴുകുന്ന ആളുകളോട്, അവര് ശിർക്കും കുഫറും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ, നമുക്ക് ഇഷ്ടമുണ്ടാവാൻ പാടില്ല. അവരെ ഉറ്റമിത്രങ്ങളായി എടുക്കുക, അവരെ നമ്മളെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരായി എടുക്കുക, അവരോട് നീതി കാണിക്കാം. അവര് അല്ലാത്ത രീതിയിലുള്ള മുആമലത്തുകളാകാം. പക്ഷേ ഖൽബിൽ തട്ടിയുള്ള ഒരു ഇഷ്ടം ഒരിക്കലും നമുക്ക് കുഫാറുകളോടോ മുശ്രിക്കീങ്ങളോടോ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയാ. മുഅ്മിനീങ്ങളെ, എന്റെയും നിങ്ങളെയും ശത്രുക്കളെ നിങ്ങൾ ഔലിയാക്കളായി, ഉറ്റമിത്രങ്ങളായി, നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായി, നിങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരായി, ആ നിലക്കൊരു സ്നേഹബന്ധം ഒരിക്കലും അള്ളാഹു വെറുക്കുന്ന ഒരു കൂട്ടരോട് ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അങ്ങനെയുള്ള ഒരു ഇഷ്ടമോ ബന്ധമോ നമുക്ക് ആരോടെങ്കിലും ഉണ്ട് എങ്കിൽ അൽ മർഉ മഅ മൻ അഹബ്ബ, അവൻ നാളെ നരകത്തിലായിരിക്കും, ഒരു സംശയമല്ല. ഒരു മുശ്രിക്ക് സ്വർഗത്തിലാകുമോ? ഇല്ല. ഒരു കാഫിർ സ്വർഗത്തിലാകുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരു മഅസിയത്ത് ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ മശീഅത്തിന് കീഴിലല്ലെങ്കിൽ അവന്റെ പരലോകത്തെ അവസ്ഥ അറിയില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്താ കാര്യം? അവരാരോ ആവട്ടെ. അവർ ചിലപ്പോ ചില ആളുകൾ ഇന്നത്തെ ചെറുപ്പക്കാരെ പോലെ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവരോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളിക്കാരോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയപ്പെടുന്ന ആളുകളോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിലയിലുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളോട് അവർക്ക് എന്ത് കഴിവുണ്ടായാലും, എന്ത് ഗുണമുണ്ടായാലും, എന്ത് നേട്ടമുണ്ടായാലും മനസ്സിൽ തട്ടിയൊരു സ്നേഹം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും ഉണ്ടാകാൻ ഒരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന ഉഹിബ്ബുല്ലാഹ വ റസൂലഹു വ അബൂബക്കറിൻ വ ഉമർ. അള്ളാഹുവിനും റസൂലിനെയും ഒപ്പം അനസ് ബിൻ മാലിക് ആരെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു? അബൂബക്കറിനെയും ഉമറിനെയും. അള്ളാഹുവിനും റസൂലിനെ ഇഷ്ടമൊക്കെ മനസ്സിലായി, ദീനിൽ അറിയപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വഹാബികൾ ഏറ്റവും ശ്രേഷ്ഠരായ അബൂബക്കർ, ഉമർ എന്നിവരോടുകൂടി എനിക്ക് ഇഷ്ടമുണ്ട്, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് പറഞ്ഞതാ അവരോടൊപ്പം ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കേണ്ട കാര്യമായതുകൊണ്ട്, ഈ ഷീഇകൾ, റാഫിളകൾ, അവർ ഏറ്റവും അധികം വെറുക്കുന്ന രണ്ട് പേരുകളാണ് അബൂബക്കർ, ഉമർ എന്നുള്ളത്. ഏറ്റവും അധികം വെറുക്കുന്ന രണ്ട് പേരുകളാണ് അബൂബക്കർ, ഉമർ എന്നുള്ളത്. ഈ പേരുള്ളത് കൊണ്ട് മാത്രം ആളുകളെ വധിച്ചു കളഞ്ഞ ചരിത്രം ഈ ഷിയകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഈ മസ്ജിദ് ഇത്തവണ ഇഅ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇറാഖുകാരനായിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. 50-60 വയസ്സുണ്ട്. അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹം ഇഅ്തികാഫിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു കുട്ടിയുണ്ട്, 8-9 വയസ്സുള്ള മകനുണ്ട് അവിടെ. അപ്പോ അദ്ദേഹത്തിനോട് പ്രത്യേകിച്ചും ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത്, ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ നടക്കുന്ന സമയത്താണ്, ഇഅ്തികാഫിന്റെ സമയം അറിയാലോ, റമദാന്റെ അവസാനത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, എന്റെ മകന്, അവന് അബ്ദുറഹ്മാൻ എന്നാണ് പേര്, ഇവന് ഞാൻ ഇട്ട പേര് ഉമർ എന്നാണ്. ഇറാഖ് നമുക്കറിയാം, ഇറാഖ് സദാം ഹുസൈന്റെ കാലത്തിന് ശേഷം പിന്നെ ഇറാനിന്റെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ ഇറാനിന്റെ സഹായത്തോടു കൂടി ഷിയകളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന് പേരിട്ടത് ഉമർ എന്നാണ്. പക്ഷെ ഇവര് പാസ്പോർട്ടിന് വേണ്ടി നൽകിയ സമയത്ത് എന്തിനാണ് ഇവന് ഉമർ എന്ന് പേരിട്ടത്? അത് നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവൻ എന്തിനാണ് ഉമർ എന്ന് പേരിട്ടത്? നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഉപ്പ അനുഭവിച്ച കാര്യം പറയാണ്, നേരിട്ട് അനുഭവിച്ചതാവും, ആരോ പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ കെട്ടിച്ചമച്ചോ എന്നല്ല, നേരിട്ട് വ്യക്തി പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അവസാനം കാരണം അദ്ദേഹം ജോലി ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്, പല GCC നാടുകളിലാണ്, അവിടെ പുറത്തു പോകണം, അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പേര് മകന്റെ അബ്ദുറഹ്മാൻ എന്ന് മാറ്റുകേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, വലുതായാൽ നീ നിന്റെ മക്കളോട് പറയണം നിന്റെ പേര് ഉമറാണെന്ന്. എനിക്ക് എപ്പോഴെങ്കിലും പേര് മാറ്റാൻ സാധിച്ചാൽ നിന്റെ പേര് ഉമർ എന്ന് മാറ്റണം എന്ന് പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ഒരു പേരിനോട് തന്നെ അവരുടെ ദേഷ്യം ആലോചിച്ച് നോക്കും. പേരിനോട് ദേഷ്യം വരാൻ കാരണം എന്താ? ആ വ്യക്തികളെ വെറുക്കുന്നതുകൊണ്ടാണ്. ഇവരാരുടെ കൂടെയാണ് നാളെ പരലോകത്തുണ്ടാവുക? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട്. ഇവർ പറയുന്നു ഈ പേര് തന്നെ അവർ വെറുക്കുന്നു. അപ്പൊ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഇവരെങ്ങനെയാണ് ഒരു മുസ്ലിമിനെ സ്നേഹിക്കാൻ സാധിക്കുക? വേറെ കാര്യം, പക്ഷേ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഹദീസിന്റെ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക്, ബാബു തൗബയുടെ ഭാഗത്തിലേക്ക്, ഫമാസാല യുഹദ്ദിസുന, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ഹത്താ ദക്കറ ബാബൻ മിനൽ മഗ്രിബി, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കവാടത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. മസീറത്തു അർദിഹി ഔ യസീറു റാകിബു ഫി അർദിഹി 40 ഔ 70 ആമൻ, ആ കവാടത്തിന്റെ വീതി എന്നുള്ളത്, അതിന്റെ വലിപ്പം എന്നുള്ളത്, ഒരു അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയാത്രികനോ അല്ലെങ്കിൽ ഒരു യാത്രികൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന 40 or 70 വർഷക്കാലം സഞ്ചരിക്കുന്ന അത്ര വഴിദൂരമുണ്ട്, അല്ലെങ്കിൽ അത്രയും കാലം യാത്ര ചെയ്താലേ ഒരു അറ്റത്ത് മറ്റേ അറ്റത്ത് എത്തുള്ളൂ, അത്ര വലിപ്പമുണ്ട് എന്ന് പറഞ്ഞു ആ കവാടം. ഖാല സുഫിയാൻ, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരി സുഫിയാൻ അഹ്ദുർ റുവാത്ത് പറഞ്ഞു, ഖിബല അശ്ശാമി ഖലഖഹു അല്ലാഹു തആല യൗമ ഖലഖ അസ്സമാവാതി വൽ അർദ്, ആ ഒരു കവാടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിന്റെ പ്രദേശത്താണ് കാണിച്ചത്. അത് ആകാശഭൂമിയെ സൃഷ്ടിക്കുന്ന സമയത്ത് അല്ലാഹു സൃഷ്ടിച്ചതാണ്. മഫ്തൂഹൻ ലിത്തൗബ, ആ കവാടം തുറന്നു കിടക്കും എന്തിനു വേണ്ടിയിട്ട്? തൗബക്ക് വേണ്ടിയിട്ട്. ലാ യുഗ്ലഖു ഹത്താ തത്ലുഅ അശ്ശംസു മിൻഹു, റവാഹു തിർമിദി വഖൈറുഹു വഖാല ഹദീസുൻ ഹസനുൻ സഹീഹുൻ, ആ കവാടം അടക്കപ്പെടുകയില്ല എപ്പോഴല്ലാതെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന്, പിന്നെ മഗ്രിബിൽ നിന്ന് അത് സൂര്യൻ ഉദിക്കുന്നത് വരെ, അഥവാ അന്ത്യനാളിന്റെ അടയാളം കാണുന്നത് വരെ ആ കവാടം അടക്കപ്പെടുകയില്ല എന്നുള്ളത്. ഇതാണ് നമ്മുടെ ബാബു തൗബയുമായി ബന്ധപ്പെട്ട കാര്യം. എന്താണ്? തൗബയുടെ കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചിട്ടുണ്ട്. അത് ഏത് സമയം വരെ? സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ. നമ്മൾ നേരത്തെ ഹദീസുകൾ പറഞ്ഞ വിഷയമാണ്. ഇതാണ് ബാബുമായി ബന്ധപ്പെട്ട ഭാഗം. പക്ഷേ ഈ ഹദീസ് അതിന്റെ മുഴുവൻ റിവായത്തായിട്ട് കൊടുത്തു എന്ന് മാത്രം. അടുത്ത ഹദീസ് കൂടി വായിക്കാം. 20ാമത്തെ ഹദീസ്. وعن أبي سعد بن مالك بن سنان الخدري رضي الله عنه أن النبي صلى الله عليه وسلم قال, സഅദ് ബിൻ മാലിക് ഇബ്നു സിനാൻ അൽ-ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന റിവായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല കാന ഫീ മൻ കാന ഖബ്ലകുൻ റജുലുൻ ഖതല 99 നഫ്സൻ, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന, പ്രത്യേകിച്ചും അങ്ങനെ പറയാറുള്ളത് ബനൂ ഇസ്രായേലുകളെ സംബന്ധിച്ചിട്ടാണ്. ബനൂ ഇസ്രായേൽ ഒരാൾ 99 ആളെ വധിക്കുകയുണ്ടായി. ഫസഅല അൻ അഅലമി അഹ്ലിൽ അർദ്, അങ്ങനെ ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആൾ ആരാണ് എന്ന നിലക്ക് ചോദിച്ചു. അയാൾ അന്വേഷിച്ചു, ആ കൊന്ന ആൾ അന്വേഷിച്ചു. ഫദുല്ല അല റാഹിബിൻ, അങ്ങനെ ഒരു റാഹിബിന്റെ അടുക്കൽ, റാഹിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തിൽ മുഴുകുന്ന പൗരോഹിത്യം നിറഞ്ഞ ആൾ, ആലിമല്ല. ഈ ഹദീസ് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത്, ചില ആളുകൾ പറയാറുള്ളത് ഒരു ആലിമിന്റെ അടുത്ത് പോയി എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയല്ല, ഒരു പൗരോഹിത്യം നിറഞ്ഞ ഇബാദത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന, ഇബാദത്തിൽ മുഴുകുന്ന ഒരാൾ, അങ്ങനെ ഒരാളടുത്തേക്ക് അറിയിച്ചു, അയാളാണെന്ന് പറഞ്ഞു. ഫഅതാഹു ഫഖാല, അങ്ങനെ അയാളടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഈ 99 ആളെ കൊന്ന ആൾ ചോദിച്ചു, ഇന്നഹു ഖതല 99 നഫ്സൻ, 99 ആളെ കൊന്നിട്ടുണ്ട്. ഫഹൽ ലഹു മിൻ തൗബ, അവന് തൗബ ഉണ്ടോ? അഥവാ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അത് സ്വീകരിക്കുമോ? ഫഖാല ല, അപ്പൊ അയാൾ പറഞ്ഞു, റാഹിബ് പറഞ്ഞു, ഇല്ല, അവന് തൗബയില്ല, 99 ആളെ കൊന്നിട്ടുണ്ട്. അതായത് ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപാണ്.
കാരണം ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ 3 ഹക്കുകൾ അവനോട് വീട്ടേണ്ടതുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ള ഹക്ക്, 2 ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിനോടുള്ള ഹക്ക്. ആ കൊല്ലപ്പെട്ടവൻ ഒന്നുകിൽ ആരെങ്കിലും മകനോ ഭർത്താവോ ഉപ്പയോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും കുടുംബത്തിനോടുള്ളത്. അതുപോലെ ആ കൊല്ലപ്പെട്ടവനോടുള്ളത് 3 ഹക്കുണ്ട്. അള്ളാഹുവിനോട്, കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിനോട്, കൊല്ലപ്പെട്ടവനോട്. അള്ളാഹുവിനോടുള്ള ഹക്ക് ഒരാൾക്ക് തൗബ ചെയ്ത് മടക്കാൻ സാധിക്കും. നമ്മൾ തൗബയുടെ ഫضൽ അറിയാം. അള്ളാഹു തആല ഇഖ്ലാസോടുകൂടി തൗബ ചെയ്ത് മടങ്ങി അള്ളാഹു സ്വീകരിക്കും. രണ്ടാമത്തേത് കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിനോട്, അത് ദിയ നൽകിയിട്ടോ അല്ലെങ്കിൽ അവർ വിട്ടുവീഴ്ച അവർ പുറത്തു തന്നിട്ടോ അത് ഒഴിവായി കിട്ടും. പക്ഷേ കൊല്ലപ്പെട്ടവനോട്, അവൻ ആരെയാണ് കൊന്നത്, മരിച്ചവനുണ്ടല്ലോ, അവനോടുള്ള ഹക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വീട്ടാൻ പറ്റൂല. അത് പരലോകത്തെത്തിയാൽ എന്തുണ്ടാവുള്ളൂ, തീരുമാനമാവുള്ളൂ. അതാണ് കൊലപാതകം വ്യഭിചാരത്തിനേക്കാൾ അപകടം നിറഞ്ഞൊരു പാപമായിത്തീരുന്നത്. ദോഷങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കൊലപാതകത്തിനേക്കാൾ നീണ്ടു നിൽക്കുന്ന അനന്തര ദോഷങ്ങൾ എന്തിനുണ്ട്, വ്യഭിചാരത്തിനുണ്ട്. പക്ഷേ കൊലപാതകത്തിന്റെ അപകടം നിൽക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അപ്പൊ ഈ മൂന്നാമത്തെ ഹക്ക് എങ്ങനെ വീട്ടാൻ സാധിക്കില്ല, അത് അവൻ ഇവിടെ തൗബ ചെയ്ത് മടങ്ങിയാലും നാളെ ആ കൊല്ലപ്പെട്ടവനോടുള്ള ഹക്ക് അവിടെ അള്ളാഹു തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് നടക്കുക. ഇബ്നുൽ ഖയ്യിം ദവായിൽ പറഞ്ഞതുപോലെ ഇവന്റെ തൗബയോട് നീതി ഉണ്ടാകും, കൊല്ലപ്പെട്ടവനോടുള്ള ഹക്ക് കിട്ടുന്നതിനോട് നീതി ഉണ്ടാവും. അള്ളാഹു അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കുന്നതാണ്. അതാണ് അതിന്റെ ഗൗരവം. അപ്പൊ ഇയാൾ തൗബ ഇല്ല എന്ന് പറഞ്ഞു, തൗബ ഉണ്ടാവില്ല പറഞ്ഞു. ഫഖതലഹു ഫകമ്മല ബിഹി മിഅ. ഈ പറഞ്ഞ റാഹിബിനെയും ആ ദേഷ്യത്തിൽ ഇയാൾ കൊന്നു. 99 ആളെ കൊന്ന ആളെ ഇയാളെ കൂടി കൊന്ന് 100 ആളെ കൊന്നു. ثم سأل عن علم أهل الأرض. വീണ്ടും അന്വേഷിച്ചു ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആളാരാണ്. ഫദുല്ല അലാ റജുലിൻ ആലിമിൻ. അങ്ങനെ ഇൽമുള്ള ഒരാളെ അറിയിക്കപ്പെട്ടു. ഒരാള് ആലിമാണെന്ന് എനിക്ക് അറിയിക്കപ്പെട്ടു. ഫഖാല ഇന്നഹു ഖതല 100 നഫ്സിൻ ഫഹൽ ലഹു മിൻ തൗബ. അങ്ങനെ ഇയാളെ പറ്റി പറഞ്ഞു. ഇയാളോട് ചോദിച്ചു 100 ആളെ കൊന്നിട്ടുണ്ട്, ഇവന് തൗബയുണ്ടോ? ഫഖാല നഅം. പറഞ്ഞു അതെ, അവന് തൗബയുണ്ട്. വമൻ യഹൂലു ബൈനഹു വബൈന തൗബ. സുബ്ഹാനല്ലാഹ്, വാക്ക് നോക്കി. വമൻ യഹൂലു ബൈനഹു വബൈന തൗബ. തൗബയുടെയും അവന്റെയും ഇടയിൽ മറയിടാൻ ആരാ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. തൗബയുടെയും അവന്റെയും ഇടയിൽ മറയിടാൻ എന്താണുള്ളത്, അല്ലെങ്കിൽ ആരാണുള്ളത്? ആരാ തൗബക്ക് തടസ്സമായിട്ട് നിന്നത്? അള്ളാഹു തൗബ ചെയ്ത് അവന്റെ തൗബ സ്വീകരിക്കുന്നതിന് എന്താണ് തടസ്സം? എന്തലിഖ ഇലാ അർദി കദാ വകദാ. എന്നിട്ട് ഈ ആലിം പറഞ്ഞു, നീ ഇന്നാലിന്ന നാട്ടിലേക്ക് പോകണം. ഫഇന്ന ബിഹാ ഉനാസൻ യഅ്ബുദൂന അല്ലാഹ തആല ഫഅബ്ദുല്ലാഹ മഅഹും. അവിടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്, അവിടെ പോയിട്ട് നീ അള്ളാഹുവിനെ അവരോടൊപ്പം ആരാധിക്കണം. വലാ തർജിഅ ഇലാ അർദിക ഫഇന്നഹാ അർദു സൂഇൻ. നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങി വരരുത്, അത് മോശപ്പെട്ട നാടാണ്. ഫൻതലഖ ഹത്താ ഇദാ നസഫ ത്വരീഖ അതാഹുൽ മൗത്ത്. അങ്ങനെ ഈ പറഞ്ഞ നാട്ടിലേക്ക് ഇയാൾ പോകാൻ തീരുമാനിച്ചു. ആ യാത്രയിൽ പകുതിയായപ്പോൾ അയാളെ പിടികൂടി. ഫഖ്തസമത് ഫീഹി മലായികത്തുർ റഹ്മതി വമലായികത്തുൽ അദാബ്. അങ്ങനെ ഇയാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും വന്നു. അഥവാ മലക്കുൽ മൗത്ത് റൂഹിനായിട്ട് പിടിച്ചു കഴിഞ്ഞാല് ആ റൂഹ് എന്താണോ റൂഹിന്റെ അവസ്ഥ അതനുസരിച്ച് ഒന്നെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകളെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അദാബിന്റെ മലക്കുകളെ ഏൽപ്പിക്കും. മലക്കുൽ മൗത്തിന് പിടിച്ച് പുറത്തേക്ക് എടുക്കണ പണിയുള്ളൂ, പിന്നെ ഏൽപ്പിക്കുന്ന വേറെ മലക്കുകളെ കയ്യിലായിരിക്കും. അപ്പൊ ഈ റഹ്മത്തിന്റെ മലക്കുകളും വന്നു, അദാബിന്റെ മലക്കുകളും വന്നു. ഫഖാലത് മലായികത്തുർ റഹ്മ. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, അഥവാ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നവർ, ജാഅ താഇബൻ മുഖ്ബിലൻ ബിഖൽബിഹി ഇലല്ലാഹി തആല. ഇവൻ തൗബ ചെയ്യുന്ന അവസ്ഥയിൽ തൗബ ചെയ്യുന്നവനായിക്കൊണ്ടാണ്, അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവന്റെ കൽബിൽ ആ ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. വഖാലത് മലായികത്തുൽ അദാബ്. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തു. അവൻ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു നന്മ പോലും ചെയ്തിട്ടില്ല. തൗബ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് പോയിട്ടുള്ള നാട്ടിക്ക് അവൻ നന്മ ചെയ്തിട്ടില്ല, അവിടെ ഞങ്ങളാണ് കൊണ്ടുപോകേണ്ടത് പറഞ്ഞു. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, അല്ല, ഞങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. ഫഅതാഹും മലക്കുൻ ഫീ സൂറത്തി ആദമീൻ ഫജഅലൂഹു ബൈനഹും. അങ്ങനെ മനുഷ്യരൂപത്തിൽ അല്ലാഹു തആല ഒരു മലക്കിനെ അയച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു വിധി കൽപ്പിക്കാൻ വേണ്ടി നിന്നു. ഐ ഹക്കമൻ, വിധി കൽപ്പിക്കാൻ വേണ്ടി നിന്നു. ഫഖാല ഖീസു മാ ബൈനൽ അർദൈനി ഫഇലാ അയ്യതിഹിമാ കാന അദ്നാ ഫഹുവ ലഹു. അവ പറഞ്ഞു, ഇവൻ 2 നാട്ടിലേക്കുണ്ടല്ലോ, മോശപ്പെട്ട നാട്ടിൽ നിന്ന് പോവുകയും ചെയ്തു, നല്ല നാട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇവൻ മരിച്ച സ്ഥലത്ത് നിന്ന് ഈ 2 നാട്ടിലേക്കുള്ള ദൂരം പരിശോധിച്ചിട്ട് ഏതിലേക്കാണ് കുറവ് നോക്കാൻ പറഞ്ഞു. ഫഖാസു ഫവജദു അദ്നാ ഇലൽ അർളി ലതി അറാദ. അങ്ങനെ നോക്കിയ സമയത്ത് ഇവൻ ഏത് നാട്ടിലേക്കാണോ പോകാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ടേക്കേ കുറഞ്ഞ ദൂരമുള്ളൂ എന്ന നിലക്ക് മനസ്സിലായി. ഫഖബവത്ഹു മലായികത്തുർ റഹ്മ. അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ ആ റൂഹിനെ പിടിച്ചു. മുത്തഫഖുൻ അലൈഹി. ഇതിന്റെ വേറെ റിവായത്തിൽ ഫീ റിവായത്തിൻ ഫി സ്വഹീഹ് ഫകാന ഇലൽ ഖറിയത്തി സ്വാലിഹത്തി അഖ്റബ ബിശിബ്രിൻ ഫജുഇല മിൻ അഹ്ലിഹാ. ആ നല്ല നാട്ടിലേക്ക് ഒരു ചാണ് മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ, അത്രയും അടുത്തുണ്ടായിരുന്നു, അതിലെ ആളായി. ഫീ റിവായത്തിൻ ഫി സ്വഹീഹ്. മറ്റൊരു റിവായത്തിൽ
فأوحى الله تعالى إلى هذه أن تباعدي وإلى هذه أن تقربي. അല്ലാഹു തആല ആ നല്ല നാടിനോട് ഈ മരിച്ച ആളുടെയിലേക്ക് അടുത്ത് വരാനും ദുഷിച്ച നാടിനോട് ദൂരേക്ക് നീങ്ങിപ്പോകാനും അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദൂരം കുറഞ്ഞത് എന്നൊരു റിവായത്തിൽ കാണാം. وقال قيسوا ما بينهما فوجدوه الى هذه اقرب شبر فغفر له. പിന്നെ നോക്കിയപ്പോ ഒരു ചാട് മാത്രമേ ഈ നല്ല നാട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. അഫീ റിവായത്തിൽ മറ്റൊരു റിവായത്തിൽ ഫനആ ബിസദ്രിഹി നഹ്വഹാ, അഥവാ ഈ ദുഷിച്ച നാടിൽ നിന്ന് അവൻ നീങ്ങി നല്ല നാട്ടിലേക്ക് അടുക്കുകയാണ് ഉണ്ടായത് എന്ന് നിലക്ക് കാണാം. എന്നിരുന്നാലും അതിന്റെ ആകെ തുക ആ ഏത് നാടാണ് ഉദ്ദേശിച്ചു പോയത് അങ്ങോട്ടേക്ക് ദൂരം അള്ളാഹു തആല കുറച്ചു കൊടുത്തു എന്നുള്ളതും കാണാം, അല്ലെങ്കിൽ കുറഞ്ഞതായിരുന്നു അതിന്റെ ആ രീതിയിൽ അവന് പൊറുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഹദീസിലും ധാരാളം ഫവായിലുകൾ, ധാരാളം ഫായിദകൾ, ധാരാളം കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ഈ ഹദീസ് മാത്രം വിശദീകരിച്ച് 40ഓളം ഫവായിദ് എഴുതി ഉലമാക്കൾ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ച് ഇതിൽ നിന്നുള്ള 40 ഫവായിദുകളായിക്കൊണ്ട് അല്ലെങ്കിൽ വേറെയും രീതിയിൽ ഇത് മാത്രം വിശദീകരിച്ച് ഹദീസുകൾ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളാഹിക്കുണ്ട്. അതുപോലെ വേറെയും പല പണ്ഡിതന്മാരുടെയും കിതാബുകൾ ഈ ഒരു ഹദീസിന്റെ വിശദീകരണമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഒരു ഫضല് ഇൽമിന്റെ ഫضല് തന്നെയാണ്. കാരണം ഇബാദത്തിൽ മുഴുകിയ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾക്ക് തൗബയുടെ ഫضല് അറിയില്ല, അല്ലെങ്കിൽ തൗബയുടെ വിശാലത അറിയില്ല, അല്ലാഹു തആല എത്രത്തോളം പാപം പുറത്തു കൊടുക്കുന്ന അറിയില്ല. അതുകൊണ്ടാണ് അയാൾ എന്ത് പറഞ്ഞത്, അവന് തൗബയൊന്നുമില്ല, അവൻ നശിക്കാൻ പോകുന്നത്. ഇത് ചില ആളുകൾക്ക്, അറിവില്ലാത്ത ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ചില പാപങ്ങളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് അറിവില്ലാത്ത ആളുകൾ പറയും അവന് നാശാണ്, അവൻ നശിച്ചുപോയി, അവനിനി ഒരിക്കലും രക്ഷപ്പെടൂല, അല്ലെങ്കിൽ അവനിനി ഒരു രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ആ നിലക്കൊക്കെ പറയുന്നത് കാണാം. അല്ലെങ്കിൽ ചില ആളുകൾ വലിയ ഒരു മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ മുവഹ്ഹിദായിരിക്കും, അവൻ വലിയൊരു തെറ്റിയെന്ന് വിചാരിക്കുക, അതിന്റെ പേരിൽ അവനെ പറയാത്തൊരു വാക്കുണ്ടാവില്ല, പക്ഷെ ഒരു തവണ പോലും അള്ളാഹു അവന് നീ പുറത്തു കൊടുക്കണമെന്ന് പറയാൻ സാധിക്കൂല. അല്ലെങ്കിൽ അള്ളാഹു അവൻ മുസ്ലിമാണ്, നീ പുറത്തു കൊടുക്കണമെന്ന് പറയാൻ അവൻ തെറ്റിയതവനായിരിക്കും, അവൻ ഏറ്റവും വലിയ തെറ്റിയതനായിരിക്കും. പക്ഷെ മുസ്ലിം മുവഹ്ഹിദുമായ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ദുആയിൽ അള്ളാഹുവെ നീ അവന് പുറത്തു കൊടുക്കണമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി അവന്റെ മേലെ അങ്ങനെയായല്ലോ എന്നുള്ള അവനോടുള്ള ഒരു അനുകമ്പ കാണിക്കണം എന്നുള്ള ഒരു ചിന്ത അവനുണ്ടാകില്ല. കാരണം അവൻ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇതാണ് ആബിദ് മാത്രമായുള്ള പ്രശ്നം. ആബിദ് മാത്രമായി കഴിഞ്ഞാൽ ഇൽമില്ല എങ്കിൽ എവിടെയാണ് ഒരു കാര്യം വെക്കേണ്ടത് എന്നുള്ള ബോധം അവനുണ്ടാവില്ല. അതിനേക്കാൾ ഇൽമിന്റെ ഫضല്. കാരണം ഒരു ആലിമിനോട് എത്തിയപ്പോൾ ആ ആലിം ചോദിച്ച ചോദ്യം എന്താ, തൗബയുടെയും അവന്റെ ഇടയിൽ മറയിടാൻ ആരാളുള്ളത്, ആരാ തടസ്സം പറയാനുള്ളത് എന്നാ ചോദിച്ചു. അപ്പോ ആ ഒരു വ്യത്യാസം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 2, ഹിജ്റയുടെ ഫضല്. ഹിജ്റ എന്നുള്ളത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. കുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോകലാണ്. ആ ഹിജ്റയുടെ ഭാഗമായിക്കൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇസ്യാനിന്റെ ദാറുൽ ഇസ്യാൻ, പാപങ്ങൾ പെരുകിയിട്ടുള്ള സ്ഥലം. അത് നമ്മൾ താമസിക്കുന്ന ഒരു ഗ്രാമമാവട്ടെ, ജില്ലയാവട്ടെ, സംസ്ഥാനമാവട്ടെ, എന്തോ ആവട്ടെ, ഏത് പരിധിയാവട്ടെ, അല്ലെങ്കിൽ നാടാവട്ടെ, ഏതോ ആവട്ടെ, പാപങ്ങൾ മുഴുകിയിട്ടുള്ള ശിർക്കാവട്ടെ, കുഫറാവട്ടെ, ബിദ്അത്താവട്ടെ, മഅസിയത്തുകളാവട്ടെ, അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് തൗഹീദിന്റെയും സുന്നത്തിന്റെയും താഅത്തിന്റെയും അള്ളാഹുവിനെ അനുസരിക്കുന്ന നാട്ടിലേക്കോ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്കോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കോ പോവുക, മാറി താമസിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദീനിനെ നമുക്ക് നിലനിർത്താൻ സഹായിക്കുന്ന കാര്യമാണ്. കാരണം തൗബ ചെയ്യാൻ വേണ്ടി ഇയാളോട് ഈ ആലിം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താണ്, നീ ജീവിക്കുന്ന മോശപ്പെട്ട തെറ്റുള്ള ആ നാട്ടിൽ നിന്ന് മാറി അള്ളാഹുവിനെ നല്ല രീതിയിൽ ആരാധിക്കുന്ന ആളുകൾ ജീവിക്കുന്ന നാട്ടിലേക്ക് നീ പോകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാധിക്കുമെങ്കിൽ, ചില ആളുകൾക്ക് സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഒരു നാട്ടിൽ മഅസിയത്തുകൾ അധികരിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ പാപങ്ങൾ അധികരിച്ചിരിക്കുന്ന അങ്ങനെ ഒരു നാടാണ് എങ്കിൽ നമുക്ക് മാറി താമസിക്കാം. അവിടെ കുറച്ചപ്പുറത്ത് അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ തൗഹീദുള്ള സുന്നത്ത് അനുസരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, ത്വാഅത്തുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു നാടുണ്ട് എങ്കിൽ അങ്ങോട്ട് താമസിക്കുക, അങ്ങോട്ട് മാറുക എന്നുള്ളത് നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ സാധിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു മസ്അല ഇതിൽ വരുന്നത്, അത് വേണ്ട, കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ഭാവുമായി ബന്ധപ്പെട്ടതുമല്ല, നമുക്ക് വേറെ ഏതെങ്കിലും കുറച്ച് ഫിഖിയായിട്ടുള്ള മസായിലാണ്, അത് വേറെ ഏതെങ്കിലും കിതാബിന്റെ സന്ദർഭത്തിൽ വിശദീകരിക്കാം. പിന്നെ ഒരു കാര്യം ഇതിലുള്ളത്, പാപം എത്ര വലുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഫ്വ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് അതിനേക്കാൾ വലുതാണ്. പാപം 99 ആളെ കൊന്നു, ഞാൻ പറഞ്ഞു, ഒരാളെ കൊന്നാൽ തന്നെയുള്ള അപകടം അത്രയും വലുതാണ്. 99 ആളെ കൊന്നു, 100 ആളെ കൊന്നു, ആ കൊന്ന ആൾക്കാണ് തൗബ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ചെയ്ത പാപം എത്ര മ്ലേച്ഛമായതും
എത്ര തീവ്രതയേറിയതും അത് എണ്ണത്തിലും വലുപ്പത്തിലും എത്ര കൂടുതലാണെങ്കിലും അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണ് എങ്കിൽ, ആത്മാർത്ഥയോടുകൂടി സിദ്ഖോടുകൂടി ഇഖ്ലാസോടുകൂടി തൗബ ചെയ്ത് മടങ്ങുകയാണ് എങ്കിൽ, അത് ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ മടങ്ങുകയാണ് എങ്കിൽ അള്ളാഹു തആല സ്വീകരിക്കും. അള്ളാഹു തആല വിശാലമായ പാപമോചനത്തിന്റെ കവാടം അവിടെ തുറന്നു തന്നെയുണ്ട്. മരണത്തിന് മുമ്പ് നമ്മൾ മടങ്ങണം, മരണത്തിന് മുമ്പ് ചെയ്യണം. പക്ഷേ നമ്മളിൽ പല ആളുകളും നമ്മുടേതായ ചില തിന്മകൾ നമ്മൾ ശീലിച്ചു പോയിട്ടുണ്ടാവും, ഒഴിവാക്കാൻ പറ്റാത്ത തിന്മകൾ. നമ്മളത് മാറ്റിയേ തീരൂ. അള്ളാഹു തആല തൗബ വിശാലമായിരിക്കുമ്പോൾ നമ്മളത് ചെയ്യണം. മറ്റൊരു കാര്യം, അവസാനത്തെ ഒരു കാര്യം ഹദീസ് എന്നുള്ളത്, എപ്പോഴാണ് മരണം വന്നെത്തുക നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇയാൾ നോക്കൂ, ഇയാൾ മാറാൻ തീരുമാനിച്ചു പോകുന്ന വഴിയിൽ അയാൾക്ക് ചിലപ്പോൾ നമുക്ക് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നന്നായി ജീവിക്കാം, അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ കഴിഞ്ഞ് നന്നായി ജീവിക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇയാൾ നന്നാവാൻ വേണ്ടി ഉദ്ദേശിച്ച് പോകുമ്പോൾ അയാൾക്ക് വഴിയിൽ വെച്ച് മരണം അയാളെ പിടികൂടുക. അപ്പൊ നമ്മുടെയൊക്കെ മരണം ഒരു പാപം ചെയ്യുന്ന സമയത്താണെങ്കിലോ, ആ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ, തൗബ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ച സമയം 1 മണിക്കൂർ കഴിഞ്ഞ് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് അതിന് മുമ്പാണെങ്കിലോ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ മുമ്പത്തെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൗബയുടെ അവസാനം മാലം യുഗർഗിർ, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നത് വരെയാണ് ഒരു വ്യക്തിപരമായിട്ടുള്ള തൗബയുടെ സമയം എന്നുള്ളത്. അതുകൊണ്ട് എന്ത് പാപം ചെറുതോ വലുതോ ആവട്ടെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഈ ഹദീസ് എപ്പോഴെല്ലാം അള്ളാഹുവിൽ നിരാശ തോന്നുന്ന, അല്ലെങ്കിൽ അതിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കില്ല എന്ന നിലക്ക് നിരാശ തോന്നുന്ന സന്ദർഭം, പിശാചൊരു മനുഷ്യനെ പിടികൂടുന്ന ഏറ്റവും പിശാചിന് സന്തോഷമുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ കാരണത്തിൽ നിരാശപ്പെടുക എന്നുള്ളത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ നിരാശപ്പെടുക. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഹദീസ് നമ്മൾ വായിച്ചു നോക്കണം. തൗബയുടെ ഫദ്ലിനെയും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിശാലതയെയും മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.